രംഗത്തെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള അന്വേഷണം പൂർണ്ണമായും 4 വനിതാ ഉദ്യോഗസ്ഥർ നടത്തുമെന്നൊരു തീരുമാനം വരികയാണ്. വനിതാ ഉദ്യോഗസ്ഥരാകും പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കുക, മൊഴി പരിശോധിക്കുന്നത് ഉൾപ്പെടെ നിയമപരമായ കാര്യങ്ങൾ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥർ നടത്തും. അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ സംഘത്തിനെതിരെ 7 അംഗ സംഘമാണ്. ഇതിൽ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ പോലും ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷമൊക്കെ ഗുരുതരമായ പല ആരോപണങ്ങളുമൊക്കെ ഉന്നയിച്ചിരുന്നു. അവർ സംശയദൃഷ്ടിയോടുകൂടിയാണ് ഈ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിനെ പോലും നോക്കിക്കാണുന്നത്. ഇപ്പോൾ എന്താണ് പുതിയ തീരുമാനം? ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ആരോപണങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഓരോ ദിവസം വരുന്ന എല്ലാ മൊഴികളും, സമൂഹ മധ്യത്തിൽ വന്ന എല്ലാ മൊഴികളും രേഖപ്പെടുത്തണം. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ തീരുമാനം എന്ന് പറയുന്നത് എല്ലാ മൊഴികൾ രേഖപ്പെടുത്തുന്നതും ഈ പറയുന്ന ഇരകളെ കാണുന്നതും മൊഴി രേഖപ്പെടുത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ തയ്യാറാക്കുന്നതും എല്ലാം വനിതാ ഉദ്യോഗസ്ഥർ, 4 വനിതാ IPS ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും അന്വേഷണം അവർ തന്നെയായിരിക്കും ചെയ്യുക. ആ മൊഴി എടുക്കുന്നതിന് ശേഷമുള്ള കേസെടുക്കുന്നുവെങ്കിൽ ആ ശുപാർശ സമർപ്പിക്കുന്നുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുക. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ വിമർശനം അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ നമ്പറുകൾ ശേഖരിക്കുക, അവരുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ അവരുടെ മൊഴി എടുക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സംഘത്തിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ, പുരുഷ ഉദ്യോഗസ്ഥർ ചെയ്യുക. അവസാനം ഒരു അന്തിമ തീരുമാന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പുള്ള ഒരു അന്തിമ തീരുമാനത്തിന്റെ ചർച്ചയിലേക്ക് ആയിരിക്കും ഇവർ ഉൾപ്പെടുത്തുക. ബാക്കി അന്വേഷണവും റിപ്പോർട്ട് തയ്യാറാക്കലും മൊഴി രേഖപ്പെടുത്തലും ഈ സ്ത്രീകളെ കാണുന്നത് ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക ഈ വനിതാ IPS ഉദ്യോഗസ്ഥരായിരിക്കും. ഓരോ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ കീഴിലും അവരൊരു സംഘം, വനിതാ ഉദ്യോഗസ്ഥരെ വച്ചുകൊണ്ടുള്ള ഒരു സംഘം അവരുടെ ഓഫീസിൽ രൂപീകരിക്കും. അവരായിരിക്കും നിശ്ചയിക്കപ്പെട്ടുള്ള ഓരോ ജില്ലകളിലും അവരുടെ കാര്യങ്ങൾ ചെയ്യുക. ഈ ഓൺലൈൻ വഴി ഈ ഉദ്യോഗസ്ഥരുമായി ഇപ്പോഴുള്ള ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. അത് പ്രകാരം ഓരോ ജില്ലയിലും ഓരോരുത്തരെ നിയോഗിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യും.